ഈ പൊള്ളുന്ന ചൂടിൽ ഒന്ന് കൂളാകാനും അതുപോലെ തന്നെ ക്ഷീണവും ദാഹവും ഒക്കെ അകറ്റി ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം. കണ്ടു നോക്കിയാലോ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്ത് ഒന്ന് കുതിരാനായിട്ട് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റെങ്കിലും നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി എല്ലാ പരിപാടികളും ചെയ്തെടുക്കാം. അപ്പോഴേക്കും നല്ലോണം തന്നെ ഒന്നും കൂടെ കുതിർന്ന് വന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ മറ്റൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറും അതേപോലെ തന്നെ ഒരു 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്യാസ് നമ്മൾ ഓണാക്കിയിട്ടില്ല. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം തന്നെ കട്ടകളൊക്കെ ഒന്നും കൂടെ മാറ്റിയതിന് ശേഷം മാത്രം ഗ്യാസ് ഓണാക്കി ഇത് തിളപ്പിച്ച് ഒന്നും കൂടെ കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നല്ലോണം തന്നെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഇതേപോലെ ഇളക്കി കൊടുക്കുക. റാഗിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി ശരിക്കും ഒന്നും കൂടെ കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. ഹൈ ഫ്ലെയിമിലോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കേണ്ട. നന്നായിട്ട് തന്നെ തിളച്ച് പതുക്കെ ഒന്നും കൂടെ കുറുകി വരുന്നുണ്ട് കണ്ടോ. ഒരുപാട് അങ്ങോട്ട് കുറുകി കട്ടി പോലെയൊന്നും ആവണ്ട. നന്നായിട്ട് തിളച്ച് ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് മതി. ഈ സമയത്ത് ചെറിയൊരു കട്ടിപ്പ ഉണ്ട് താനും, എന്നാൽ നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ പാകമാണ്. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് വലിയ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാനുള്ളതാണ്. ഈ ഒരു ലൂസിലാണ് ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നോളും. അപ്പോൾ അത് അവിടെ ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ റാഗിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടില്ലേ. ആ വലിയ ചൂട് ഉണ്ടായിരുന്നതിൽ നിന്ന് ഒന്നും കൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനിയിപ്പോൾ തണുത്ത് വന്ന നമ്മുടെ ഈ റാഗിയുടെ മിക്സ് നേരെ ഒരു മിക്സറെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ റാഗി ഒന്നും കൂടി വേവിച്ചെടുക്കൽ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കുറച്ചധികം പണിയെന്നുള്ള രീതിയിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സിമ്പിളാണ്. എല്ലാം കൂടി മിക്സറെ ജാറിലേക്ക് മാറ്റി ഒന്നും കൂടെ അടിച്ചെടുത്താൽ മാത്രം മതിയാവും. കണ്ടത് റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയൊക്കെ മിക്സറെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. തീരെ അങ്ങോട്ട് ചെറുതാക്കണ്ട. മിക്സിയുടെ ജാറിൽ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി അടിച്ചെടുക്കാനുള്ളതാണ്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുതിർത്തി വെച്ച ഒരു 10-15 കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഒന്നും കൂടെ കുതിർത്തി വെച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബദാമോ അല്ലാന്നുണ്ടെങ്കിൽ പിസ്തയോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം കുരുകളഞ്ഞത് ഒരു 4-5 എണ്ണം ചേർത്ത് കൊടുത്താലും നല്ലതാട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ നന്നായിട്ട് തണുത്ത ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരലാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ആപ്പിളൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞിരുന്ന രീതിയിൽ ശരിക്കും ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വന്ന നമ്മുടെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രത്തോളം പാല് വേണോ അതനുസരിച്ച് നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പാലാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ച പാലാണ്. ഈ ഒരു ലൂസ് മതിയെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത്ര ലൂസ് വേണ്ട, കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വേണ്ട. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിയാ സീഡ് ആണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഏതാണെങ്കിലും കുഴപ്പമില്ല. ഗ്ലാസ്സിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ഹെൽത്തി ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. Bye-bye.